ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് രാജ്യത്തിന്റെ ആന്ത്യാദരം. സംസ്കാര ചടങ്ങുകൾ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ന്യൂഡൽഹിയിൽ നാളെ നടക്കും. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ കേന്ദ്ര മന്ത്രിസഭായോഗം അനുശോചനം രേഖപ്പെടുത്തി. പ്രഗത്ഭനായ രാഷ്ട്രതന്ത്രജ്ഞനെയും അതുല്യനായ നേതാവിനെയുമാണ് രാജ്യത്തിന് നഷ്ടമായതെന്ന് അനുശോചന പ്രമേയം. വയനാട് ഉരുൾപൊട്ടൽ ബാധിതരുടെ പുനരധിവാസത്തിനുള്ള ഭൂമി ഏറ്റെടുക്കലിനെതിരെ എസ്റ്റേറ്റ് ഉടമകൾ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. ദുരന്തബാധിതരുടെ മനസ്സറിഞ്ഞുള്ള വിധിയാണിതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ജമ്മുകശ്മീരിനെ ഏകപക്ഷീയമായ ഒരു ഗോളിനെ തകർത്ത് കേരളം സെമിയിൽ. വനിതാ ക്രിക്കറ്റിൽ വെസ്റ്റ് ഇൻഡീസിനെതിരായ ഏകദിന പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ വിശദമായി. മുൻ പ്രധാനമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ഡോക്ടർ മൻമോഹൻ സിംഗിന് രാജ്യത്തിന്റെ ആന്ത്യാദരം. ന്യൂഡൽഹിയിലെ വസതിയിൽ നടക്കുന്ന പൊതുദർശനത്തിൽ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ നിരവധി പ്രമുഖർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കളും ഡോക്ടർ മൻമോഹൻ സിംഗിന് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയിരുന്നു. മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും മുൻ പ്രധാനമന്ത്രിക്ക് ആദരമർപ്പിച്ചു. ന്യൂഡൽഹി എയിംസിൽ ഇന്നലെ രാത്രി 9:51 ഡോക്ടർ മൻമോഹൻ സിംഗ് വിട വാങ്ങിയത്. 92-കാരനായ അദ്ദേഹം കഴിഞ്ഞ കുറച്ചുനാളുകളായി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയായിരുന്നു. സംസ്കാര ചടങ്ങുകൾ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ന്യൂഡൽഹിയിൽ നാളെ നടക്കും. കോൺഗ്രസ് ആസ്ഥാനത്തെ പൊതുദർശനത്തിന് ശേഷം രാവിലെ 9:30 വിലാപയാത്രയാകും ഭൌതിക ശരീരം സംസ്കാര സ്ഥലത്തെത്തിക്കുക. സംസ്കാര ചടങ്ങുകളോടനുബന്ധിച്ച് ന്യൂഡൽഹിയിലെ കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പകുതി ദിവസത്തെ അവധി നൽകിയിട്ടുണ്ട്. ഡോക്ടർ മൻമോഹൻ സിംഗിനോടുള്ള ആദരസൂചകമായി രാജ്യത്ത് ജനുവരി 1 വരെ 7 ദിവസത്തെ ദുഃഖാചരണമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എല്ലാ സർക്കാർ പരിപാടികളും റദ്ദാക്കിയിട്ടുണ്ട്. ലോക പ്രശസ്ത സാമ്പത്തിക വിദഗ്ധനായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് 2004 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനം വഹിച്ചിരുന്നത്. നരസിംഹറാവു സർക്കാരിൽ ധനമന്ത്രിയായിരുന്ന അദ്ദേഹം 1991 സാമ്പത്തിക ഉദാരവൽക്കരണം കൊണ്ടുവന്നതിലൂടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ അടിമുടി പരിഷ്കരണത്തിന് തുടക്കം കുറിച്ചു. അവിഭക്ത ഇന്ത്യയിലെ പഞ്ചാബ് പ്രവിശ്യയിൽ 1932 സെപ്റ്റംബർ 26 ജനിച്ച മൻമോഹൻ സിംഗ് പഞ്ചാബ്, ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ് സർവകലാശാലകളിലാണ് പഠനം പൂർത്തിയാക്കിയത്. കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേശകൻ, പ്ലാനിംഗ് കമ്മീഷൻ ഉപാധ്യക്ഷൻ, റിസർവ് ബാങ്ക് ഗവർണർ, UGC ചെയർമാൻ എന്നീ നിലകളിൽ അദ്ദേഹം നിർണായക സംഭാവനകൾ രാജ്യത്തിന് നൽകി. 1991 മുതൽ 2024 വരെ രാജ്യസഭാംഗമായിരുന്നു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, വിവരാവകാശ നിയമം, ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം എന്നിവ നടപ്പാക്കിയത് പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ നേട്ടങ്ങളായി കണക്കാക്കപ്പെടുന്നു. രാജ്യത്തിന്റെ ഭാവിയിൽ അകമഴിഞ്ഞ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്ന നേതാവായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. मित्रों, मुझे भारत के भविष्य के बारे में पूरा इत्मीनान है. मुझे पक्का विश्वास है कि वो समय आ गया है जब भारत दुनिया की बदलती हुई अर्थव्यवस्थाओं में एक महत्वपूर्ण शक्ति के रूप में उभरेगा. परंपरा को आधुनिकता के साथ और विविधता को एकता के साथ मिलाते हुए हमारा देश दुनिया को आगे का रास्ता दिखा सकता है. अपने महान देश की सेवा करने का मौका मिलना मेरा सौभाग्य रहा है. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ കേന്ദ്ര മന്ത്രിസഭായോഗം അനുശോചനം രേഖപ്പെടുത്തി. പ്രഗത്ഭനായ രാഷ്ട്രതന്ത്രജ്ഞനെയും അതുല്യനായ നേതാവിനെയുമാണ് രാജ്യത്തിന് നഷ്ടമായതെന്ന് അനുശോചന പ്രമേയത്തിൽ പറയുന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പരിഷ്കരിക്കുന്നതിൽ നിർണായക സംഭാവനകൾ നൽകിയ നേതാവാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അനുസ്മരിച്ചു. മികച്ച സാമ്പത്തിക വിദഗ്ധൻ, പരിഷ്കരണങ്ങൾക്കായി നിലകൊണ്ട നേതാവ് എന്നീ നിലകളിൽ അദ്ദേഹം എന്നും ഓർമ്മിക്കപ്പെടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിലൂടെ ഇന്ത്യക്ക് നഷ്ടമായത് ദീർഘവീക്ഷണമുള്ള രാഷ്ട്രതന്ത്രജ്ഞനെയാണെന്ന് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അനുസ്മരിച്ചു. മൻമോഹൻ സിംഗിന്റെ വിയോഗം കോൺഗ്രസിന് തീരാനഷ്ടമാണെന്ന് കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി പറഞ്ഞു. രാജ്യത്തിന്റെ പുരോഗതിയിലുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയാണ് സാമ്പത്തിക പരിഷ്കാരങ്ങളിൽ പ്രതിഫലിച്ചിരുന്നതെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അനുസ്മരിച്ചു. വയനാട് ഉരുൾപൊട്ടൽ ബാധിതരുടെ പുനരധിവാസത്തിനായി സർക്കാർ കണ്ടെത്തിയ എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കുന്നതിനെതിരെ ഉടമകൾ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. എസ്റ്റേറ്റുകൾക്ക് നഷ്ടപരിഹാരം നൽകി ഭൂമി ഏറ്റെടുക്കാവുന്നതാണെന്ന് കോടതി പറഞ്ഞു. നഷ്ടപരിഹാര തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് ഉടമകൾക്ക് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാവുന്നതാണെന്നും ഹർജി പരിഗണിച്ച ജസ്റ്റിസ് കൌസർ ഇടപ്പകത്ത് വ്യക്തമാക്കി.
ഭൂമിയുടെ ഉടമസ്ഥാവകാശം സർക്കാരിനാണെന്ന് പിന്നീട് കണ്ടെത്തിയാൽ നഷ്ടപരിഹാര തുക ഉടമകൾ തിരികെ നൽകണമെന്നും ഇത് സംബന്ധിച്ച് സത്യവാങ്മൂലം നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. ചൂരൽമലയിലെ ദുരന്തബാധിതരുടെ മനസ്സറിഞ്ഞുള്ള വിധിയാണ് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പ്രതികരിച്ചു. അർഹമായ തുക അർഹതപ്പെട്ടവർക്ക് നൽകുമെന്നാണ് ആദ്യം മുതലേ സർക്കാരിന്റെ നിലപാട്. സർക്കാർ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന നടപടികൾ ശരിയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന വിധിയാണിതെന്നും മന്ത്രി പറഞ്ഞു. ഗവൺമെന്റിന്റെ ഉത്തരവ് സ്ഥിരീകരിച്ചുകൊണ്ട് അതിനെതിരായിട്ടുള്ള പരാതി തള്ളിക്കൊണ്ട് ഇന്ന് കോടതി ഉത്തരവായിരിക്കുന്നു. ആദ്യം മുതലേ ഗവൺമെന്റ് പറഞ്ഞു അർഹമായ തുക അർഹതപ്പെട്ടവർക്ക് നൽകും. അതിലൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഇന്നത്തെ കോടതി വിധി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദുരന്ത നിവാരണ പ്രക്രിയയുമായി ബന്ധപ്പെട്ട ചൂരൽമലയിലെ ജനങ്ങളുടെ മനസ്സറിയുന്നൊരു കോടതി വിധിയാണ്. സർക്കാർ ഇക്കാര്യത്തിൽ എടുത്ത നിലപാടുകൾ ശരിയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന കോടതി വിധിയാണ്. പുതുവർഷ ആഘോഷങ്ങളോടനുബന്ധിച്ച് ഫോർട്ട് കൊച്ചി വെളിഗ്രൌണ്ടിൽ പാപ്പാഞ്ഞിയെ കത്തിക്കാൻ ഹൈക്കോടതി ഉപാധികളോടെ അനുമതി നൽകി. സുരക്ഷാ നടപടികൾ പാലിക്കാമെന്നും പാപ്പാഞ്ഞിയിൽ നിന്ന് 70 അടി ദൂരത്തിൽ ബാരിക്കേഡ് ഉയർത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത് വിലക്കിക്കൊണ്ട് പോലീസ് നൽകിയ നോട്ടീസിനെതിരെ ഗാലഡി ഫോർട്ട് കൊച്ചി നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്. ശബരിമല മകരവിളക്കിന് മുന്നോടിയായി വിവിധ സർക്കാർ വകുപ്പുകൾ, വിശുദ്ധി സേന, സന്നദ്ധ സംഘടനകൾ തുടങ്ങിയവർ സംയുക്തമായി മാലിന്യമുക്തം പൂങ്കാവനം ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. അപ്പാച്ചിമേട് മുതൽ സന്നിധാനം വരെയുള്ള ഇടങ്ങളിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. മണ്ഡലകാല തീർത്ഥാടനം പൂർത്തിയായി ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രനട അടച്ചതോടുകൂടി വിവിധ സർക്കാർ വകുപ്പുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ അപ്പാച്ചിമേട് മുതൽ സന്നിധാനം വരെയുള്ള മേഖലകളിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. 18 സെക്ടറുകളിലായി തിരിച്ചാണ് ഒരേ സമയം ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. പോലീസ് ഉൾപ്പെടെ വിവിധ വകുപ്പുകൾ, വിശുദ്ധി സേന, വിവിധ സന്നദ്ധ സേനാംഗങ്ങൾ തുടങ്ങിയവർ സജീവമായി കൈകോർത്താണ് വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. സ്ഥാനമൊഴിയുന്ന കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് രാജ്ഭവനിൽ നാളെ വൈകുന്നേരം യാത്രയയപ്പ് നൽകും. ബീഹാർ ഗവർണറായുള്ള അദ്ദേഹത്തിന്റെ നിയമനത്തിന് രാഷ്ട്രപതി കഴിഞ്ഞ ദിവസം അനുമതി നൽകിയിരുന്നു. നിലവിലെ ബീഹാർ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് പുതിയ കേരള ഗവർണർ. നേര്യമംഗലം ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ടിന്റെ ഭാഗമായുള്ള കല്ലാർകുട്ടി ഡാമിലെ ട്രാഷ് റാക്ക് മാറ്റി സ്ഥാപിക്കുന്നതിനാൽ ഇന്നു മുതൽ ഡാമിൽ നിന്നും 25 ക്യുമെക്സ് വരെ ജലം പുറത്തേക്ക് ഒഴുക്കിവിടുമെന്ന് അധികൃതർ അറിയിച്ചു. കാലപ്പഴക്കത്തെ തുടർന്നാണ് ട്രാഷ് റാക്ക് മാറ്റി സ്ഥാപിക്കുന്നത്. കോഴിക്കോട് DMO ആയി ഡോക്ടർ രാജേന്ദ്രനെ നിയമിക്കാൻ ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ നിർദ്ദേശം. സ്ഥലമാറ്റ ഉത്തരവ് ചോദ്യം ചെയ്ത് ഡോക്ടർ രാജേന്ദ്രനും മറ്റ് 2 ഡോക്ടർമാരും സമർപ്പിച്ച ഹർജിയിലാണ് കോടതി നിർദ്ദേശം നൽകിയത്. ഡോക്ടർ രാജേന്ദ്രൻ സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ നിന്ന് വാങ്ങിയ സ്റ്റേ നിലനിൽക്കുമെന്നും കോടതി വ്യക്തമാക്കി. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ജമ്മു കാശ്മീരിന് ഏകപക്ഷീയമായ 1 ഗോളിനെ തകർത്ത് കേരളം സെമിഫൈനലിൽ. ഡെക്കാൻ അരീനയിൽ നടന്ന ആവേശകരമായ ക്വാർട്ടർ പോരാട്ടത്തിന്റെ 2ാം പകുതിയിലാണ് വിജയ ഗോൾ പിറന്നത്. 72ാം മിനിറ്റിൽ നസീബ് റഹ്മാനാണ് കേരളത്തിനായി ലക്ഷ്യം കണ്ടത്. ഇന്ന് രാത്രി 7:30 നടക്കുന്ന അവസാന ക്വാർട്ടർ ഫൈനലിൽ മേഘാലയ നിലവിലെ ചാമ്പ്യന്മാരായ സർവീസസിനെ നേരിടും. കേരളത്തിന് പുറമെ ബംഗാളും മണിപ്പൂരും ഇതിനകം തന്നെ സെമിയിൽ കടന്നു. വനിതാ ക്രിക്കറ്റിൽ വെസ്റ്റ് ഇൻഡീസിനെതിരായ ഏകദിന പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. ഇന്ന് നടന്ന 3ാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ 5 വിക്കറ്റിന് ഇന്ത്യ വിൻഡീസിനെ പരാജയപ്പെടുത്തി. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത വിൻഡീസ് 38.5 ഓവറിൽ 162 റൺസ് എടുക്കുന്നതിനിടെ പുറത്തായി. മറുപടി ബാറ്റിംഗിൽ 28.2 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു. മെൽബണിൽ നടക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയുടെ 4ാം മത്സരത്തിന്റെ ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യയ്ക്ക് മോശം തുടക്കം. 2ാം ദിനം കളി അവസാനിപ്പിക്കുമ്പോൾ ഇന്ത്യ 5 വിക്കറ്റ് നഷ്ടത്തിൽ 164 റൺസ് എന്ന നിലയിലാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് രാജ്യത്തിന്റെ അന്ത്യാദരം. സംസ്കാര ചടങ്ങുകൾ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ന്യൂഡൽഹിയിൽ നാളെ നടക്കും. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ കേന്ദ്ര മന്ത്രിസഭായോഗം അനുശോചനം രേഖപ്പെടുത്തി. പ്രഗത്ഭനായ രാഷ്ട്രതന്ത്രജ്ഞനെയും അതുല്യനായ നേതാവിനെയുമാണ് രാജ്യത്തിന് നഷ്ടമായതെന്ന് അനുശോചന പ്രമേയം. വയനാട് ഉരുൾപൊട്ടൽ ബാധിതരുടെ പുനരധിവാസത്തിനുള്ള ഭൂമി ഏറ്റെടുക്കലിനെതിരെ എസ്റ്റേറ്റ് ഉടമകൾ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. ദുരന്തബാധിതരുടെ മനസ്സറിഞ്ഞുള്ള വിധിയാണിതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ.
സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ജമ്മു കശ്മീരിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തകർത്ത് കേരളം സെമിയിൽ. വനിതാ ക്രിക്കറ്റിൽ വെസ്റ്റ് ഇൻഡീസിനെതിരായ ഏകദിന പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.